ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 16 ആണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരോ മറ്റോ ഉണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ കയറി നോക്കിയാൽ മതി. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും കാണാം. എപ്പിസോഡ് 16 ആരംഭിക്കുന്നത് ജോഗോ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കാണിച്ചുകൊണ്ടാണ്. വീഴുന്നതിനിടയിൽ സുഗുന ശക്തനാണെന്ന് അറിയാമെന്ന് പറയുന്ന ജോഗോ എന്നാൽ ഇത്രയ്ക്ക് ശക്തനാണെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ജോഗോയ്ക്ക് പിന്നാലെ സുഗുന വരുന്നു. അതേസമയം ഫുഷിഗ്രോ മെഗൂമിക്ക് മുന്നിലൂടെ നടക്കുന്ന ടോജി ഞൊടിയിടയിൽ മെഗൂമിക്ക് പുറകിൽ വരുന്നു. കേഴ്സ് എനർജി ഇല്ലാഞ്ഞിട്ട് പോലും ടോജിക്ക് ഇത്ര വേഗമുണ്ടെന്ന് വിചാരിക്കുന്ന ഫുഷിഗ്രോ ഭാവിയിൽ മാക്കിയും ഇങ്ങനെയാകുമെന്ന് ചിന്തിക്കുന്നു. ഇനുമാക്കി ആ ഏരിയയിലെ ആളുകളെല്ലാം ഒഴിപ്പിച്ച് എന്തുകൊണ്ട് നന്നായെന്ന് വിചാരിക്കുന്ന ഫുഷിഗ്രോ ശേഷം ടോജിക്കെതിരെ ടെക്നിക്ക് പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു. ടെക്നിക്ക് പ്രയോഗിക്കുന്നതിന് മുൻപേ ജോഗോയ്ക്ക് അനുഭവപ്പെട്ടതുപോലെ ഫുഷിഗ്രോയ്ക്കും സുഗുനയുടെ വിരലുകളുടെ സാന്നിധ്യം മനസ്സിലാവുന്നു. ശേഷം റാബിറ്റുകളുടെ ഇടയിലൂടെ ഓടുന്ന മെഗൂമി ഫുഷിഗ്രോയെ ടോജി അങ്ങോട്ട് കയറി ആക്രമിക്കുന്നു. വീണ്ടും ടോജിയുടെ കാഴ്ച മറച്ച ശേഷം ഫുഷിഗ്രോ അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറുന്നു. അവിടെയും മിന്നുന്ന വേഗത്തിൽ ടോജി വരുന്നു. ടോജിക്കെതിരെ ഡൊമൈൻ എക്സ്പാൻഷൻ ഉപയോഗിക്കാൻ പോലുമുള്ള കേഴ്സ് എനർജി ഇല്ലെന്ന് പറയുന്ന ഫുഷിഗ്രോ ടോജിയെ കൈകൊണ്ട് അടിക്കാൻ നോക്കിയെങ്കിലും അനായാസം ബ്ലോക്ക് ചെയ്യുന്ന ടോജി തിരിച്ച് കർണക്കുട്ടി അടിച്ചു വിടുന്നു. തൊട്ടുപുറകെ വരുന്ന റാബിറ്റുകളെയെല്ലാം ടോജി അടിച്ചു തെറിപ്പിക്കുന്നു. അതിനിടയിലൂടെ ടോജിയുടെ കാല് വാരാൻ ഫുഷിഗ്രോ ശ്രമിച്ചെങ്കിലും കേഴ്സ് ടൂൾ കൊണ്ട് ടോജി തടയുകയും ഫുഷിഗ്രോയെ വീണ്ടും അടിച്ചു വിടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഒരു കൂട്ടം റാബിറ്റുകൾ ടോജിക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. കേഴ്സ് ടൂൾ ആകാശത്തേക്ക് എറിയുന്ന ടോജി നിലത്ത് ആഞ്ഞു ചവിട്ടുന്നു. ഇതോടെ ടോജിക്ക് ചുറ്റുമുള്ളതെല്ലാം ഇടിയുടെ ആഘാതത്തിൽ ഉയർന്നു പോകുന്നു. ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ റാബിറ്റുകളെയെല്ലാം ടോജി വെറും കല്ലുകൾ കൊണ്ട് കൊല്ലുന്നു. ശേഷം മേലോട്ടെറിഞ്ഞ് കേഴ്സ് ടൂൾ പിടിക്കുന്നു. ഇതെല്ലാം കാണുന്ന ഫുഷിഗ്രോ ഞെട്ടിപ്പോകുന്നു. അതേസമയം പാണ്ഡയും കുസാക്കബയും കാണിക്കുന്നു. ഇവിടെയുള്ളവരെയെല്ലാം ഇനുമാക്കി ഒഴിപ്പിച്ചതാണെന്ന് പറയുന്ന പാണ്ഡ നമുക്ക് ഗോജോയെ സീൽ ചെയ്തെടുത്തേക്ക് പോകാമെന്ന് പറയുന്നു. ഇവിടുന്ന് എങ്ങനെയാണ് ഗോജോയ്ക്കരികിലേക്ക് പോകേണ്ടതെന്നും മറ്റും തുരുതുരാ ചോദിക്കുന്ന പാണ്ഡയോട് കുസാക്കബെ ദേഷ്യപ്പെടുന്നു. എന്തു പറഞ്ഞാലും നിനക്ക് ഗോജോയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്നും ഗോജോ മാത്രമല്ല ഇവിടെ ഉള്ളതെന്നും പറയുന്നു. ആരേലുമൊക്കെ ഇവിടെ അകപ്പെട്ടിട്ടുണ്ടാവുമെന്നും ചിലപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടാവുമെന്നും അങ്ങനെയുള്ളവരെയാണ് നമ്മളിപ്പോൾ സഹായിക്കേണ്ടതെന്നും പറയുന്ന കുസാക്കബെ പാണ്ഡയോട് കള്ളം പറഞ്ഞ് മടുത്തെന്ന് വിചാരിക്കുന്നു. ഗോജോയുള്ള B5 ഫ്ലോറിലേക്ക് ഇനി പോകേണ്ടെന്നും അങ്ങോട്ടേക്ക് പോയാൽ മരണം ഉറപ്പാണെന്നും ചിന്തിക്കുന്ന കുസാക്കബെ അതിലും നല്ലത് ഇങ്ങനെ വെറുതെ നടന്ന് സമയം പാഴാക്കുന്നതല്ലേ എന്നും വിചാരിക്കുന്നു. കൂടാതെ പാണ്ഡയ്ക്ക് B5 എവിടാണെന്ന് മനസ്സിലായാൽ അങ്ങോട്ടേക്ക് പോകുമെന്നും അങ്ങനെ സംഭവിച്ചാൽ ഞാൻ തനിച്ചാകുമെന്നും B5 തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളതെന്നും പാണ്ഡയ്ക്ക് മനസ്സിലായിട്ടില്ലെന്നും ഏതായാലും കുറച്ചു കഴിഞ്ഞ് ഇവിടുന്ന് മുങ്ങണമെന്നും വിചാരിച്ച് കുസാക്കബെ നിൽക്കുമ്പോൾ പെട്ടെന്ന് 2 കേഴ്സ് യൂസേഴ്സ് അവർക്ക് മുന്നിലേക്ക് എത്തുന്നു. നിങ്ങൾ ജുജുത്സു സോസേഴ്സ് അല്ലേ എന്നും എനിക്ക് ആരെയും കൊല്ലാൻ താല്പര്യമില്ലെന്നും അതുകൊണ്ട് വേഗം കീഴടങ്ങാനും കേഴ്സ് യൂസേഴ്സിൽ ഒരാൾ പറയുന്നു. കുസാക്കബയോട് അവർ 4 അതിൽ കൂടുതലോ ഉണ്ടെന്ന് പാണ്ഡ പറയുന്നു. എനിക്കും മരിക്കാൻ ആഗ്രഹമില്ലെന്ന് പറയുന്ന കുസാക്കബെ എന്ന് വെച്ച് കീഴടങ്ങാൻ പറ്റില്ലെന്ന് പറയുകയും നമുക്ക് വിശദമായി ഇരുന്ന് സംസാരിക്കാമെന്നും പറയുന്നു. അതേസമയം ടോജിയുടെ അടിയിൽ നിന്ന് തെറിച്ചു പോകുന്ന ഫുഷിഗ്രോയ്ക്ക് പിന്നാലെ ടോജി വരുന്നു. ടോജി കാലുമടക്കി ഫുഷിഗ്രോയെ തൊഴിക്കുന്നു. തെറിച്ചു പോകുന്ന ഫുഷിഗ്രോയ്ക്ക് നേരെ ഒരു കണ്ടെയ്നർ കൂടി എറിയുന്നു. കണ്ടെയ്നറിനിടയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഫുഷിഗ്രോ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് കയറുമ്പോൾ ടോജി റോഡിലെ ഓവുചാലിന്റെ അടപ്പ് എടുത്തെറിയുന്നു. പോരാത്തതിന് സൈൻ ബോർഡും വാനും ഒക്കെ ഫുഷിഗ്രോയ്ക്ക് നേരെ ടോജി എറിയുന്നു. എന്നിട്ട് രക്ഷപ്പെടുന്ന ഫുഷിഗ്രോ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ചാടുമ്പോൾ കേഴ്സ് ടൂൾ എടുത്ത് ടോജി ഫുഷിഗ്രോയെ ഉന്നം വെച്ചെറിയുന്നു. 1 ഇഞ്ച് വ്യത്യാസത്തിൽ കേഴ്സ് ടൂളിൽ നിന്ന് ഫുഷിഗ്രോ ഒഴിഞ്ഞു മാറുകയും ഷിക്കുഗാമിയായ ന്യൂയിനെ ഉപയോഗിച്ച് പറന്നു പോവുകയും ചെയ്യുന്നു. ഇതിങ്ങനെ നീണ്ടുപോയാൽ ശരിയാവില്ലെന്ന് വിചാരിക്കുന്ന ഫുഷിഗ്രോ എങ്ങനെയെങ്കിലും വേഗം ടോജിയെ പൂട്ടണമെന്ന് ചിന്തിക്കുന്നു. അതേസമയം മറ്റൊരിടത്ത് പ്രിൻസിപ്പൽ യാഗായെയും ഡോക്ടർ ഷോക്കോയെയും കാണിക്കുന്നു. യാഗായോട് താനിവിടെ സുരക്ഷിതമാണെന്നും കൂടാതെ പ്രിൻസിപ്പലിന്റെ കേഴ്സ് കോപ്സും കൂടെ ഉണ്ടല്ലോ എന്ന് ഷോക്കോ പറയുമ്പോൾ അത് പോരെന്ന് പറയുന്ന യാഗ അവർക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് സൂചന കിട്ടിയാൽ പോലും ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തുമെന്നും ഷോക്കോ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇനോസാനും ഇജീസാനും ജീവനോടെ ഉണ്ടാകില്ലായിരുന്നുവെന്നും പറയുന്നു. അതിലെനിക്ക് മാത്രമല്ല യാഗായ്ക്കും നനാമിക്കും പങ്കുണ്ടെന്ന് ഷോക്കോ പറയുന്നു. അതേസമയം ഫുഷിഗ്രോയെ തപ്പിയൊരു ബിൽഡിങ്ങിനകത്തേക്ക് ടോജി കയറി വരുന്നു. ബിൽഡിങ്ങിലെ ഫയർ സ്പ്രിംഗ്ലർ പൊട്ടിക്കുന്ന ഫുഷിഗ്രോ ടോജിയെ വെള്ളം കൊണ്ട് നനയ്ക്കുകയും ന്യൂയിനെ ഉപയോഗിച്ച് ടോജിക്ക് നേരെ ഇലക്ട്രിക് പോലത്തെ അറ്റാക്ക് ചെയ്യുന്നു. ശേഷം ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഫുഷിഗ്രോയ്ക്ക് പുറകെ ടോജിയും ചാടുന്നു.
കേസ് ടൂൾ കൊണ്ട് ഫുഷിഗ്രോയെ ടോജി ആക്രമിച്ചെങ്കിലും ഷിക്കുഗാമിയെ ഉപയോഗിച്ച് ഫുഷിഗ്രോ ഒഴിഞ്ഞു മാറുന്നു. ടോജിക്ക് സുഗുനയുടെ അത്രയും വേഗതയുണ്ടെന്ന് വിചാരിക്കുന്ന ഫുഷിഗ്രോ കണ്ണുകൊണ്ട് നോക്കിയിട്ട് കാര്യമില്ലെന്നും അതിനു പകരം ടൈമിംഗ് വെച്ച് വേണം ആക്രമിക്കാനെന്നും ചിന്തിക്കുന്ന ഫുഷിഗ്രോ ടൈമിംഗ് തെറ്റിയാൽ തൻ്റെ കാര്യം തീർന്നെന്നും വിചാരിച്ചുകൊണ്ട് ഷാഡോയിൽ നിന്നും മറ്റൊരു കേസ് ടൂൾ എടുക്കാനായി തയ്യാറായി നിൽക്കുന്നു. മിന്നുന്ന വേഗത്തിൽ ടോജി ഫുഷിഗ്രോയ്ക്കടുത്ത് വന്നെങ്കിലും ഒരു റാബിറ്റിൽ ചവിട്ടുന്നതും ടോജിയുടെ ബാലൻസ് തെറ്റിപ്പോകുന്നു. കിട്ടിയ സമയത്തിന് കേസ് ടൂൾ എടുത്ത് ടോജിയെ ഫുഷിഗ്രോ കുത്താൻ തുടങ്ങവേ അതിലും വേഗത്തിൽ ടോജി പിറകിലേക്ക് മാറുന്നു. ശേഷം ഫുഷിഗ്രയെ ശ്രദ്ധിച്ചു നോക്കുന്ന ടോജി ഒരു ഫ്ലാഷ് ബാക്കിൽ നവോബിറ്റോയുമായി സംസാരിക്കുന്നത് ഓർക്കുന്നു. ടോജി തന്റെ മകനെ സെനിൻ ക്ലാനിലേക്ക് വിൽക്കുന്നതിനായുള്ള ചർച്ച നടത്തുന്നു. ഫുഷിഗ്രോയ്ക്ക് സെനിന്റെ പാരമ്പര്യ ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ അവനെ നല്ല വിലയ്ക്ക് വാങ്ങാമെന്ന് നവോബിറ്റോ പറയുന്നു. ശേഷം തിരിച്ചു പോകുന്ന വഴി തനിക്ക് ആ സ്ഥലം നരകമായിരുന്നെങ്കിലും ഫുഷിഗ്രോയ്ക്ക് കഴിവുള്ളതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ടോജി വിചാരിക്കുന്നു. ശേഷം ഫ്ലാഷ് ബാക്കിൽ നിന്ന് തിരിച്ചു വരുന്ന ടോജി നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. ഫുഷിഗ്രോ എന്നാണെന്ന് പറയുമ്പോൾ അപ്പോൾ സെനിൻ എന്നല്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ടൂൾ സ്വയം തലയിൽ കുത്തിയിറക്കുകയും അതിലെനിക്ക് സന്തോഷമുണ്ടെന്നും പറഞ്ഞ് വീഴുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഫുഷിഗ്രോ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ടോജിക്ക് പകരം ഒഗാമിയുടെ കൊച്ചുമോന്റെ ശരീരം കിടക്കുന്നത് കാണുന്നു. പരിക്ക് പറ്റിയ വയറുമായി ഫുഷിഗ്രോ ഷോക്കോയുടെ അടുത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് ഹരൂറ്റ ഫുഷിഗ്രോയെ വെട്ടുന്നു. ശേഷം മറ്റൊരു ഫ്ലാഷ് ബാക്കിൽ നനാക്കോയും മിമിക്കോയും ഗെറ്റോയുടെ മറ്റ് അനുയായികളും സംസാരിക്കുന്നത് കാണിക്കുന്നു. ഗെറ്റോയുടെ ശരീരം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണോ നമ്മൾ കെഞ്ചാക്കോവുമായി സഹകരിക്കേണ്ടതെന്ന് നനാക്കോ ചോദിക്കുമ്പോൾ കേസ് യൂസറിൽ ഒരാളല്ലെന്നും മറിച്ച് ഗെറ്റോയുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും നടത്താനാണെന്നും പറയുമ്പോൾ ദേഷ്യപ്പെടുന്ന നനാക്കോ ഇതിനൊന്നും ഞാൻ അനുവദിക്കില്ലെന്നും ഗെറ്റോയുടെ ശരീരം വെച്ച് പന്ത് കളിക്കുന്നത് അവസാനിപ്പിക്കാനും പറഞ്ഞുകൊണ്ട് കേസ് യൂസറിനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ലാറ എന്ന കേസ് യൂസർ അവരെ തടയുന്നു. ഗെറ്റോയ്ക്ക് എന്തായാലും അവൻ്റെ അനുയായികൾ തമ്മിൽ തല്ലുണ്ടാക്കുന്നത് കാണാൻ ഇഷ്ടമില്ലെന്ന് പറയുന്ന ലാറെ ഇവിടെ വെച്ച് നമുക്ക് പിരിയാമെന്നും ശേഷം അവരവരുടെ കാര്യങ്ങൾ നോക്കാമെന്നും പറയുമ്പോൾ ലാറ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് നനാക്കോ ചോദിക്കുന്നു. താൻ ഒരു പക്ഷത്തും ചേരുന്നില്ലെന്ന് പറയുന്ന ലാറെ നമ്മളെല്ലാം ഒരു കുടുംബമാണെന്നും പിന്നീട് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഒന്നിച്ച് ആഹാരം കഴിക്കാമെന്നും പറയുന്നത് കാണിച്ചുകൊണ്ട് ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നു. ശേഷം കുസാക്കബെയുടെയും പാണ്ടായുടെയും മുന്നിൽ നിൽക്കുന്ന കേഴ്സിയൂസസ് ഞങ്ങൾ ഗെറ്റോയുടെ ആളുകളാണെന്നും വേഗം കീഴടങ്ങാനും പറയുന്നു. ഇവരെ തനിക്ക് എത്ര നേരം വേണമെങ്കിലും നേരിടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന കുസാക്കബെ തന്റെ വാള് ഊരുന്നു. ഇത് കാണുന്ന കേഴ്സിയൂസസ് കുസാക്കബയെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ കറണ്ടൊക്കെ പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് കേഴ്സിയൂസസിന് മനസ്സിലാവുന്നില്ല. തൊട്ടടുത്ത നിമിഷം പുറകിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കുകയും സുഗുന പൊട്ടിച്ചിരിക്കുന്നത് ഷിബുയയിൽ മുഴുങ്ങി കേൾക്കുകയും ചെയ്യുന്നു. ജോഗോയ്ക്ക് തന്റെ ദേഹത്തിൽ ഒരടിയെങ്കിലും കൊള്ളിക്കാൻ സാധിക്കുകയാണെങ്കിൽ ജോഗോ പറയുന്നത് എന്തും താൻ അനുസരിക്കാമെന്ന് പറയുന്ന സുഗുന വേണമെങ്കിൽ ഷിബുയയിലെ എല്ലാവരെയും കൊന്നുകളയണമെന്നും പറയുന്നു. ശേഷം ജോഗോയെ പിന്തുടരുന്ന സുഗുനയെ ജോഗോ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപേ സുഗുന ജോഗോയുടെ കൈ അരിഞ്ഞു കളയുന്നു. ജോഗോ എങ്ങനെ ആക്രമിച്ചിട്ടും സുഗുന അതെല്ലാം നിസ്സാരമായി ഒഴിഞ്ഞു മാറുകയും തിരിച്ച് ജോഗോ എടുത്തിട്ടടിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ കെഞ്ചാക്കുവുമായി ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. എൻ്റെ ശക്തി സുഗുനയുടെ എത്ര വിരലിൻ്റെ അത്രയും വരുമെന്ന് ജോഗോ ചോദിക്കുമ്പോൾ സുഗുനയുടെ 8-9 വിരലുകളുടെ ശക്തി നിനക്കുണ്ടെന്ന് കെഞ്ചാക്കു പറയുന്നത് കാണിക്കുന്നു. ശേഷം സുഗുനയെ തൻ്റെ ടെക്നിക്കുകൾ കൊണ്ട് ജോഗോ ആക്രമിക്കുന്നതിനിടയ്ക്ക് സുഗുന ശക്തനാണെന്ന് തനിക്കറിയാമെന്നും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം വലുതാണെന്നും പക്ഷേ അത് ഇത്രത്തോളം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ലെന്ന് ജോഗോ ചിന്തിക്കുന്നു. അപ്പോഴേക്കും ജോഗോയുടെ തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് സുഗുന ഇടിച്ചിറക്കുന്നു. ശേഷം ഇന്ന് നല്ല നിലാവാണെന്നും അതുകൊണ്ട് ഞാൻ മടുക്കുന്നത് വരെ നിന്നോടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമെന്നും നീ കുറച്ചുകൂടി ഉത്സാഹിക്കാനും സുഗുന പറയുന്നു. അതേസമയം കുസാക്കബയ്ക്ക് എന്തോ വലിയ ആപത്ത് വരാൻ പോകുവാണെന്ന് മനസ്സിലാകുകയും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ കേഴ്സിയൂസസ് അവരെ തടയുന്നു. അപ്പോഴേക്കും ഒരു വലിയ കെട്ടിടം പൊട്ടിത്തെറിക്കുന്നു. 2 സ്പെഷ്യൽ ഗ്രേഡ് കേസുകൾ തമ്മിൽ അടിയുണ്ടാക്കുകയാണെന്ന് പറയുന്ന കുസാക്കബെ ഇനി ഇവിടെ നിന്നാൽ ആനയുടെ അടിയിൽപ്പെട്ട ഉറുമ്പിന്റെ അവസ്ഥയാകുമെന്ന് പറയുമ്പോൾ ജോഗോ അവന്റെ സുപ്രീം ആർട്ട് മീറ്റർ ഉപയോഗിക്കുന്നു. വേഗം അടുത്തുള്ള കേഴ്സിയൂസറിനെ വെട്ടുന്ന കുസാക്കബെ പാണ്ഡയോട് വേഗം ഓടിക്കോളാൻ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് സുഗുന അവരുടെ ഇടയിലേക്ക് വരുന്നു. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് വരെ അനങ്ങിപ്പോകരുതെന്ന് സുഗുന പറയുന്നു. അപ്പോഴേക്കും ആകാശത്ത് ജോഗോ ഒരു തീഗോളം ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്നത് ആരെങ്കിലും തെറ്റിച്ചാൽ അവരെ സ്പോട്ടിൽ കൊല്ലുമെന്ന് സുഗുന പറയുന്നു. തീഗോളം വലുതായി ഏതാണ്ട് പൊട്ടാറായി വരുമ്പോൾ സുഗുന എല്ലാവരോടും ഓടിക്കോളാൻ പറയുന്നതും കുസാക്കബയും പാണ്ഡയും ഒക്കെ ജീവനം കൊണ്ട് ഓടുന്നു. ആ തീഗോളം സുഗുനയുടെ അടുത്തേക്ക് വന്ന് വീഴുകയും ആ ഏരിയ മുഴുവൻ കത്തിച്ചാമ്പലാകുകയും ചെയ്യുന്നു. ഇതോടെ സുഗുന എന്നല്ല മറ്റാർക്കും പരിക്ക് പറ്റാതെ വരാൻ സാധിക്കില്ലെന്ന് ജോഗോ പറയുമ്പോൾ
ജോഗോയ്ക്ക് പുറകിൽ ഒരു പരിക്കും പറ്റാതെ സുഗുന ഇരിക്കുന്നത് കാണിക്കുന്നു. നിനക്ക് ഡൊമൈൻ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൂടെ എന്ന് സുഗുന ചോദിക്കുമ്പോൾ എനിക്ക് നിന്റെ ഡൊമൈനുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് ജോഗോ പറയുന്നു. ശേഷം നമുക്ക് നിന്റെ ടെക്നിക്ക് കൊണ്ട് തന്നെ മത്സരിക്കാമെന്ന് പറയുന്ന സുഗുന ജോഗോയുടെ പോലത്തെ ഫയർ ടെക്നിക്ക് എടുക്കുന്നു. ഇത് കാണുന്നതോടെ ജോഗോ ഞെട്ടുന്നു. സുഗുനയുടേത് സ്ലൈസിങ്ങും സെവറിങ് ടെക്നിക്ക് മാത്രമാണെന്നാണ് താൻ വിചാരിച്ചതെന്ന് ജോഗോ പറയുമ്പോൾ നമുക്ക് തമ്മിൽ ഫ്ലെയിം ടെക്നിക്ക് കൊണ്ട് മത്സരിക്കാമെന്ന് പറയുന്നു. ശേഷം സുഗുനയും ജോഗോയും നേർക്കുന്ന ടെക്നിക്ക് പ്രയോഗിക്കുന്നു. എന്നാൽ ജോഗോ മരിച്ചു പോകുന്നു. ശേഷം ഒരു സാങ്കല്പിക ലോകത്ത് മരിച്ചുപോയ ഹനാമിയെയും ഡാഗണയെയും ജോഗോ കണ്ടുമുട്ടുന്നത് കാണിക്കുന്നു. ഇരുവരോടും ജോഗോ മാപ്പ് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്നും മഹീറ്റോ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ എന്നും ഹനാമി പറയുന്നു. നമ്മൾ പുനർജനിക്കുമ്പോൾ ഇങ്ങനൊന്നും ആയിരിക്കില്ലെന്നും എന്നാലും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാമെന്നും പറയുന്ന ജോഗോ നമ്മളാണ് യഥാർത്ഥ മനുഷ്യരെന്ന് ഹനാമിയോട് പറയുന്നു. അപ്പോഴേക്കും പുറകിൽ വരുന്ന സുഗുന നിനക്ക് മനുഷ്യന്മാരുടെ സ്ഥാനമാണ് വേണ്ടതെന്നും എത്ര ചിന്തിച്ചാലും അതൊരു മണ്ടൻ ആഗ്രഹമാണെന്നും പറയുന്ന സുഗുന മനുഷ്യരും കേസുകളും തമ്മിൽ കാലാകാലങ്ങളായി ഇങ്ങനെ സ്ഥാനത്തിനു വേണ്ടി പോരാട്ടമാണെന്നും അതിലൂടെ ആർക്കും ഒരു നേട്ടവുമില്ലെന്ന് സുഗുന പറയുമ്പോൾ നീ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് ജോഗോ പറയുന്നു. ജോഗോയുമായുള്ള ഫൈറ്റ് വളരെ നല്ലതായിരുന്നു പറയുന്ന സുഗുന താൻ 1000 വർഷങ്ങൾക്ക് മുൻപും ഇതുപോലെ മനുഷ്യരോടും കേസുകളോടും മത്സരിച്ചിട്ടുണ്ടെന്നും അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവരിൽ നീയും ഒരാളാണെന്ന് സുഗുന പറയുന്നു. നീ ശക്തനാണെന്നും അതിൽ അഭിമാനിക്കാനും സുഗുന പറയുമ്പോൾ ജോഗോയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നു. ഇതെന്താണെന്ന് ജോഗോ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ലെന്ന് സുഗുന പറയുന്നു. ശേഷം കത്തിക്കരിഞ്ഞ ജോഗോയുടെ ശരീരത്തിന് സമീപം സുഗുന നിൽക്കുന്നത് കാണിക്കുന്നു. അതേസമയം അവിടേക്ക് മറ്റൊരു കേസ് യൂസർ വരുന്നു. അത് ഉറാവുമയാണെന്ന് മനസ്സിലാകുകയും കണ്ടിട്ട് കുറെ ആയല്ലോ എന്നും പറയുന്നു. അതേസമയം ഹരൂട്ടയെ ഏതോ വലിയ കേസ് ആക്രമിക്കാൻ വരുമ്പോൾ അപ്പുറത്ത് ബോധം പോയി കിടക്കുന്ന ഫുഷിഗ്രോയോട് വേഗം എഴുന്നേറ്റ് സഹായിക്കാൻ ഹരൂട്ട പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 16 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.